ജനഹിതം മാനിച്ചുകൊണ്ട്, ജനവികാരം മാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിയപ്പോൾ കേരളത്തിൽ നാണം കെട്ടത് രണ്ട് സമുദായ സംഘടനാ നേതാക്കളാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വി ഡി സതീശനെ വ്യക്തിപരമായി ആക്ഷേപിച്ചു കൊണ്ടിരുന്നവരിൽ ഒരാളാണ് SNDP യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അതിന് അദ്ദേഹം കണ്ടെത്തിയ കാരണം തൻ്റെ അടുത്തേക്ക് വോട്ട് ചോദിച്ച്, തൻ്റെ ആസ്ഥാനത്തേക്ക് വോട്ട് ചോദിച്ച് എത്തിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി വ്യക്തമായ ഒരു വിരോധം എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. വി ഡി സതീശൻ ഒരിക്കലും മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല എന്നുള്ള കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു ഈ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടായിരുന്നത്. എന്നാൽ വി ഡി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയതോടുകൂടി ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ വാ അടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വി ഡി സതീശനെതിരെ ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാത്ത തരത്തിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ്റെ വായി അടഞ്ഞു പോയിരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റൊന്ന് ജി സുകുമാരൻ നായരാണ്. NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കിട്ടുന്ന സമയത്തൊക്കെയും വി ഡി സതീശനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപ ശരങ്ങൾ എഴുതുവിടാനായിട്ട് മിടുക്കനായിരുന്നു. കഴിഞ്ഞ ദിവസവും അങ്ങനെ ഒരിക്കൽ പോലും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകില്ല എന്ന് ഉറപ്പിച്ചു വിശ്വസിച്ചിരുന്ന ജി സുകുമാരൻ നായർക്ക് ഇന്നലെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു എന്ന വെളിപാടുണ്ടായത്. അതോടുകൂടി അദ്ദേഹം പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വാതുറക്കാതിരുന്ന സുകുമാരൻ നായർ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശനെതിരെ പൊട്ടിത്തെറിക്കുകയും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ അത് വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്, മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും അങ്ങനെ ഇപ്പോൾ ജി സുകുമാരൻ നായർക്കും ഇനി വാതുറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഒരു സമുദായ സംഘടനയെയും ഒരു വർഗീയ സംഘടനയെയും പ്രത്യേകം പ്രീണിപ്പിച്ചുകൊണ്ടല്ല താൻ മുന്നോട്ട് പോകുന്നത് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന നേതാവാണ് വി ഡി സതീശൻ. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് നേതാക്കൾക്കും ഇനി കേരളത്തിൽ വാതുറക്കാൻ പറ്റാത്ത, കോൺഗ്രസിനെ വാതുറന്ന് ചീത്ത വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വി ഡി സതീശൻ എത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്ലാഘനീയമായ കാര്യം. ഇനി ജി സുകുമാരൻ നായർക്ക് വി ഡി സതീശനെതിരെ ഒരൊറ്റ അക്ഷരം ശബ്ദിക്കാനുള്ള കരുത്ത് ഉണ്ടാവില്ല എന്നുള്ളത് എടുത്തു പറയണം. അല്ലെങ്കിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ഒരു സമുദായ സംഘടനയ്ക്ക് എന്ത് അർഹതയാണുള്ളത് എന്നത് ചോദിച്ചാൽ ഒരർഹതയുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് ജി സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പലപ്പോഴായി ലംഘിച്ചുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി വാതുറക്കാൻ ജി സുകുമാരൻ നായർക്കോ വെള്ളാപ്പള്ളി നടേശനോ കഴിയില്ല എന്നുള്ളതാണ് വി ഡി സതീശന്റെ വിജയം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ നേട്ടമെന്ന് മലയാളികൾ വിലയിരുത്തുകയാണ്.